വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ചമ്മന്തിയായിട്ടാണ്. ചമ്മന്തി ഉൾപ്പെടുത്തി പല ഐറ്റങ്ങളും ചേർത്ത് ചമ്മന്തി അരയ്ക്കാറുണ്ട്. ഇഞ്ചി വെച്ചിട്ട് തേങ്ങ ചുട്ടരയ്ക്കുന്നത്, ഉള്ളി ചുട്ടരയ്ക്കുന്നതൊക്കെ ചമ്മന്തിയുണ്ട്. പക്ഷേ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒന്നാണ്. വറ്റൽമുളക്, ചെറിയ ഉള്ളി, ഇച്ചിരി പുളി, ജീരകം, ഉപ്പ്, തേങ്ങ. ഇനി ഈ ചമ്മന്തിയിൽ ഒരു സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് നാരങ്ങയുടെ ഇലയാണ്. നാരങ്ങയുടെ ഇല എൻ്റെ വീട്ടിലില്ല. തൊട്ടടുത്തുള്ള അനിതി എന്ന് പറഞ്ഞ ചേച്ചിയുടെ വീട്ടിലുണ്ട്. നാരങ്ങയുടെ ഇല എടുക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ഇത് ഇല എടുക്കാൻ പോകുന്ന ചേച്ചിയുടെ മകളാണ്. ഇതെൻ്റെ മോളാണ്. ഇവിടെയാണ് നാരങ്ങ ഇലയുടെ ഇല നിപ്പുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ എടുക്കുകയാണ്, ഇതിനാവശ്യമായ ഇല എടുക്കുകയാണ്. ഇല എടുത്തിട്ടുണ്ട്. നാരങ്ങയുടെ ഇല ഫ്രഷായിട്ട് അപ്പം തന്നെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇല കൊണ്ടുവന്നിട്ടുണ്ട്. ഇല ഇനി ഇതിലിട്ട് വൃത്തിയായി ഒന്ന് കഴുകണേ. കഴുകിയതിൽ കഴുകിയതിന് ശേഷം ഇതിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഈ തണ്ടിലിങ്ങനെ പിടിച്ചിട്ട് ഇലയെ പതുക്കെ ഇങ്ങനെ എടുക്കണം. അപ്പോൾ ഇതിലെ നാര് അതിൽ തന്നെ നിൽക്കും. ഇതുപോലെ എല്ലാം കഴുകിയതിന് ശേഷം ഇതിങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ മടക്കി പിടിച്ച് അടച്ച് പിടിച്ചിട്ട് ഈ നാരിൽ പിടിച്ച് ഇങ്ങനെ കീറി എടുത്താലേ നാരവിടെ ഇരിക്കത്തുള്ളൂ. ഇത് കീറിപ്പോയത് എടുക്കരുതേ. നാര് കളഞ്ഞിവിടെ വെച്ചതിന് വീണ്ടും എടുത്ത് അതിനെ ചെറിയ രീതിയിലൊന്ന് കൈവച്ച് തന്നെ ഒന്ന് ചെറുതായിട്ട് പിച്ച് ഇതിൻ്റെ കൂടെ ഇങ്ങനെ വെക്കണം. എല്ലാം കൂടി ചേർത്ത് ഇതിനെ ഒന്ന് അരച്ച് കൊണ്ടുവരാം. ചമ്മന്തി ഇലയിട്ടിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ശരിക്കും ഈ ചമ്മന്തി അരയ്ക്കാനുള്ളത് അമ്മിയിലാണ്. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് മിക്സിയിൽ അരച്ച് നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാണിച്ചത്. ശരിക്കും ഈ ചമ്മന്തി ഇന്നും ഈ ഇലയിട്ട് നാരങ്ങയുടെ ഇലയിട്ട് ഉപയോഗിക്കുന്ന ചമ്മന്തി ആരും ഉപയോഗിക്കാറില്ല. എങ്കിലും പഴയ കാലത്തുള്ളവർ ഇത് ഉപയോഗിച്ചിട്ട് എന്നോട് പറഞ്ഞത് കൊണ്ടാണ് ഞാനിങ്ങനെ അരച്ച് ഉപയോഗിച്ചപ്പോൾ വളരെ നല്ലതാണ്. വൈകുന്നേരത്തെ ചക്ക, കപ്പ, കഞ്ഞിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു ചമ്മന്തിയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഉള്ളിയോ തേങ്ങ ചുട്ടരയ്ക്കുക എന്തെങ്കിലും മണം ഉള്ളതുപോലെ ഈ ഇലയിട്ട് അരച്ച് കഴിയുമ്പോൾ തന്നെ ഈ ജാറിൽ ഇങ്ങനെ തുറക്കുമ്പോൾ തന്നെ നല്ല ഒരു മണമാണ് കിട്ടുന്നത്. ഈ ഇല കനലിൽ ചുട്ടെടുത്ത് അരച്ചിതിൽ ചേർത്ത് ഉപയോഗിക്കാം. നമ്മളിതിപ്പോൾ പച്ചയ്ക്കാണ് ഉപയോഗിച്ചത്. അങ്ങനെയും ചെയ്ത് ഇത് ഉപയോഗിക്കാം. അപ്പോഴും ഈ മണം നിലനിൽക്കും.
Back to